ജലക്ഷാമം രൂക്ഷമായ കൊച്ചി കൽവത്തി പ്രദേശത്ത് വാട്ടർ അതോറിറ്റി വിതരണം ചെയ്യുന്നത് മലിനജലമെന്ന് പരാതി നൽകി മടുത്തതോടെ പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ഉപ്പും ചെളിയും കലർന്ന വെള്ളമാണ് ഇവിടെയുള്ളവർ ഉപയോഗിക്കുന്നത്. മഞ്ഞപ്പിത്തം ബാധിച്ച് 2 പേരാണ് കഴിഞ്ഞയാഴ്ച പ്രദേശത്ത് മരിച്ചത്. വളരെയധികം മാലിന്യം നിറഞ്ഞ വെള്ളമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള നീക്കവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്റെ റെമ്മില് നിറച്ചിട്ട് വെറുതെ കട്ടുപ്പും വെറുതെ ഇതും കട്ടിപ്പും കുടിച്ചിട്ട് മക്കളൊക്കെ തുപ്പിക്കളയനാണ്. വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടു എത്ര നാളുകളായി ഈ സംഭവം നടന്നിട്ട് നമുക്ക് ഇതിലൊരു പരിഹരണം കിട്ടിയിട്ടില്ല. ടാങ്കിലെ വെള്ളം എന്ന് പറഞ്ഞാൽ 3-ാം നിലയിലൊക്കെ താമസിക്കുന്നവർക്ക് ആ പാലത്തിന്റെ അവിടെ വന്നിട്ട് ഒരു കുടം വെള്ളം ഇവിടം വരെ കൊണ്ടുവരാൻ പാടില്ല. 70 വയസ്സായതാണ്. പിന്നെ ഒരു കുപ്പി വെള്ളം മേടിക്കാന്ന് വെച്ചാൽ എനിക്ക് ഭർത്താവില്ല, ആൺകുട്ടികളില്ല. ആ നില അനുസരിച്ച് ഞങ്ങൾ എവിടെ നിന്നാണ് വെള്ളം മേടിക്കുന്നത്? അപ്പൊ ഇത് തന്നെ അടപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുടിക്കും. എന്തൊരു കട്ടിപ്പാണ്. പൈപ്പ് തുറന്നാൽ ചെളി നിറഞ്ഞ ഉപ്പുവെള്ളം. വേറെ വഴിയില്ല. ദാഹമകറ്റാൻ ഇതുതന്നെ കുടിക്കണം. കൊച്ചി നഗരസഭ 2-ാം ഡിവിഷൻ കൽവത്തിയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതമാണിത്. മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് കഴിഞ്ഞ 2 ആഴ്ചക്കിടെ 2 പേരാണ് കൽവത്തിയിൽ മരിച്ചത്. എന്റെ ചെറുതിന് മഞ്ഞപ്പിത്തമായിരുന്നു. ആസ്പത്രിയിൽ കിടക്കണായിരുന്നു. ഒരാഴ്ചയായിട്ടുള്ള പേരിട്ട് വന്നിട്ട് വേറെ വെള്ളം ഉണ്ടായി നമുക്ക് കൊടുക്കാൻ. രാവിലെ എണീച്ച് പൈപ്പിൽ മോട്ടർ ഇട്ടൊരു വെറുതെ കട്ടുപ്പാണ്. അത് കുറേ പോട്ടേന്ന് വിചാരിച്ച് നമ്മ ഇരിക്കും തോറും ആ ഉപ്പല്ലാതെ അത് കട്ടിപ്പ്. കുടിക്കാനും പറ്റൂല, കുളിക്കാനും പറ്റാത്ത സ്ഥിതിയാണ്. ഈ കോർപ്പറേഷനിലെ എല്ലാ ഓഫീസുകാരോട് പോയി നമ്മൾ പറഞ്ഞത് ഇതിനൊന്നും ഒരു നിയമം നമുക്ക് തന്നിട്ടില്ല. ഞങ്ങൾ ഇവരടുത്ത് ചോദിക്കുമ്പോൾ ഇവരെന്താണ് പറയുന്നത് വെച്ചാൽ രാവിലെ അടിക്കുന്ന വെള്ളം ജനറൽ വിഭാഗമാണ് എന്നാണ് പറയുന്നത്. ഞങ്ങൾക്ക് പണ്ടൊക്കെ ഇപ്പോൾ അതായത് ഒരു 3-4 വർഷങ്ങൾക്കൊക്കെ മുമ്പ് ഞങ്ങൾക്ക് 2 നേരം വെള്ളം വന്നിരുന്നു. രാവിലെയും വരുമായിരുന്നു, വൈകിട്ടും വരുമായിരുന്നു. ഇനിയിപ്പോൾ അഥവാ വൈകിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെയും കൂടെ നമ്മളുടെ കാര്യങ്ങൾ നമുക്ക് നടത്താൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പം ഈ വൈകിട്ടത്തെ സമയം മാത്രമേ ഞങ്ങൾക്ക് വെള്ളം വരുന്നത്. അതും ഒരു 5:45, ഒരു 5:50 ആകുമ്പോഴാണ് ഞങ്ങൾക്ക് വെള്ളം വരുന്നത്. ഈ 6:15 ആകുമ്പോൾ ഈ വെള്ളം നിൽക്കുവാണ്. ഇത് മാറി മാറി കംപ്ലൈന്റ് ചെയ്യാന്നല്ലാണ്ടില്ലേ ഇതിന് തീരുമാനമില്ല. ചെന്ന് പറയും നാളെ വെള്ളം വരും, മറ്റന്നാൾ വെള്ളം വരും. ഇപ്പൊ 2 ദിവസത്തിൽ വെള്ളം വരും എന്ന് പറഞ്ഞാണ്. ഇതുവരെ വെള്ളം വന്നിട്ടില്ല. 6 മാസത്തെ കുട്ടിയാണ് അമ്മാടുള്ളത്. എന്ത് ചെയ്യമ്മ വെള്ളം ഇല്ലാണ്ട്? പുറത്തുനിന്ന് വെള്ളം ഒരു കുപ്പി വെള്ളം മേടിച്ചിട്ട് അതപ്പം തന്നെ ചോറും കറിയും വെക്കാൻ കഴിയില്ല. കുടിക്കണ്ടേ? പിള്ളേര് 3 ചെറിയങ്ങളാണ്. ആൾക്കാരും തിരിഞ്ഞു നോക്കണില്ല. ഇനി വരും ഇലക്ഷൻ ഇങ്ങോട്ട് വരട്ടെ, അപ്പം ഇങ്ങോട്ട് ഇറങ്ങും, ചൂലും കെട്ടെടുക്കും. അതാണ് ശരി, അപ്പം ചെയ്യുള്ളൂ. ആരോഗ്യ പ്രവർത്തകരോ കോർപ്പറേഷൻ അധികൃതരോ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പലതവണ പരാതി പറഞ്ഞിട്ടും ഇവരുടെ ദുഃഖം ആരും കേട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് വാട്ടർ അതോറിറ്റിയിൽ പല തരത്തിലും ഈ എഴുതിക്കൊണ്ടുള്ള പെറ്റീഷനും മറ്റു രീതികളിലെല്ലാം അവരുടെ മുമ്പിൽ ഈ പരാതി അറിയിച്ചിട്ടും യാതൊരു നടപടികളില്ലാത്ത ഒരു സാഹചര്യത്തിലാണ്. കുടിവെള്ളത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഇവിടെ ഒച്ചയും ബഹളം, ഉറങ്ങാൻ പറ്റണില്ല. എന്താന്ന് വെച്ചാൽ ഉറക്കൊഴിഞ്ഞ് വെള്ളത്തിനുണ്ട് മത്സരം. അപ്പൊ എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുകൾ. ഒരു കൊയിലിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ അതിന് ഉപ്പുവെള്ളം, അതിന് വേണ്ടി മെനകെട്ട് മണിക്കൂറോളം വെയിറ്റ് ചെയ്യുന്ന ആൾക്കാർ. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുണ്ട്. അവർ തന്നെ ആരോഗ്യവകുപ്പിന്റെ ആളുകൾ തന്നെ കൃത്യമായി പറഞ്ഞ് അവരെ പരിശോധനയിൽ നിന്ന് ഇവിടെ വരുന്ന കുടിവെള്ളത്തിൽ മുഴുവനും മാലിന്യങ്ങൾ നിറഞ്ഞാണ്, രോഗാണുക്കളുണ്ട്, സെപ്റ്റിക് മാലിന്യത്തിൻ്റെ അംശങ്ങളുണ്ടെന്ന് അവരുടെ റിപ്പോർട്ട് അവരുടെ കൈവശമുണ്ട്. അവരത് പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്, ജനങ്ങളെ അറിയിച്ചിട്ടില്ല. അപ്പോൾ ഇതിപ്പോൾ ചെറിയൊരു പ്രാദേശികമായ വിഷയമാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു 10,000-ത്തിലധികം ആളുകളെ ബാധിക്കുന്ന 300-400 കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു പ്രശ്നമുള്ളത്. ഇന്നലെ ആശാവർക്കറിന്റെ അവലോകന മീറ്റിംഗിൽ ഞങ്ങൾ ചെന്ന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ ചെയ്യാൻ പറ്റാതായപ്പോൾ നമ്മൾ RD ഓഫീസിലോട്ട് ഇന്നലെ 40 പേര് നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി. അവിടെ മേഡം പറഞ്ഞ് പരാതി എഴുതി കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് ഞങ്ങൾക്ക് കളക്ടറിന് ഇത് പരാതി സമർപ്പിക്കാമെന്ന് പറഞ്ഞു. ആശാവർക്കറൊന്നും ഇവിടെ വരാറില്ല. എന്താ സുഖം ഉണ്ടെന്നുണ്ടെങ്കിലും അവരൊന്നും അന്വേഷിക്കണില്ല. ഇവിടെ നമ്മളിവിടുന്ന് അവർ പ്രതിനിധിനെ വിടുന്ന അവർ ജനങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യുന്ന പ്രതീക്ഷ. ഒന്നും കൊടുക്കണ്ട, വെള്ളമെങ്കിലും കിട്ടണ്ടായിട്ട് ഒരു തുള്ളി വെള്ളം പോലും ഇവിടെ കിട്ടില്ല ആരും. പിന്നെ ഇവിടുത്തെ അധികാരികൾ പോലും നമുക്കൊന്നും ചെയ്തു തരുന്നില്ല. നമ്മ ഭയങ്കര പ്രഷർ അടിച്ച് എല്ലാവരും കൂടെ കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് ചെന്ന് കഴിയുമ്പോൾ അവർ 2 ദിവസം ഒന്ന് ഇതാകും, വെള്ളം വരും. അത് കഴിഞ്ഞ് പിന്നെ 3-4 ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളെ അവസ്ഥ. ചെറിയ കുട്ടികളടക്കം ഈ ചെളിവെള്ളം കുടിച്ച് എത്ര നാൾ കഴിയണമെന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇവിടുത്തെ വെള്ളം ഉപ്പാണ്, കാരണം വെള്ളം കിട്ടാറില്ല, വെള്ളം എടുക്കാറില്ല. പിന്നെ സ്കൂളിൽ പോകുമ്പോൾ വെള്ളം ചീത്ത വെള്ളമൊക്കെ കൊണ്ടുപോകണം. കാരണം
ഇത്രയധികം മാലിന്യവും ചെളിയും ഉപ്പും നിറഞ്ഞ വെള്ളമാണ് കഴിഞ്ഞ 6 മാസക്കാലമായി തുരുത്തി പ്രദേശത്തെ ജനങ്ങൾ കുടിക്കുന്നത്. കുടിക്കാൻ ശുദ്ധമായ വെള്ളം വേണമെന്നത് മാത്രമാണ് ഇവരുടെ ആവശ്യം. ആരോഗ്യ വകുപ്പിന്റെ ശ്രദ്ധ അടിയന്തരമായി ലഭിക്കേണ്ട വിഷയമാണിത്. വിഷ്ണുവിനൊപ്പം കൊച്ചിയിൽ നിന്നും ഷീന മാർട്ടിൻ, ന്യൂസ് മലയാളം.